നൈസായ തുണിയും ബീവി അസ്മ ധരിച്ചതായി ഒരു ദിവസമിൽ നബി ഹദ്റത്തിൽ കടക്കുന്നതായി വെറുപ്പുള്ള രീതിയിൽ നബി മുഖം തിരിക്കുന്നതായി നോക്കം അബൂദാവൂദിലുണ്ട് ഇത് വ്യക്തമായി. നോട്ടത്തിനാൽ മുളക്കുന്നു ഖൽബിൽ ശഹ്വത്ത്, അതിലത് മുളച്ചാലുണ്ട് വലിയ മുസീബത്ത്. നോക്കുന്ന ചിലതിൽ കൗതുകം തോന്നുന്നതായി, അതിനാൽ ശഹവാത്തൊക്കെയും തല പൊക്കലായി. അത് സാധ്യമാക്കാനും അസാധ്യം തന്നെ, അലട്ടും സദാ അതുകൊണ്ട് ദുഃഖം നിന്നെ. ഇനി നോക്കി അപ്പോൾ കണ്ടവൾ മുസ്തഖ്ബഹായി, എന്നാൽ രസം ഇല്ല മനം മറിക്കുന്നതായി. ഈ രണ്ട് രീതിയിലുള്ള നോട്ടം കൊണ്ടും നശിക്കുന്നതാണവനുള്ള ഭവനം രണ്ടും. യഹ്യയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 102 പേജ് 3 വന്നതാ. പെണ്ണിൻ്റെ ശബ്ദം കേൾക്കലും തെറ്റുള്ളതാ, ചെവിക്കുള്ള സിനയെന്നും ഹദീസിൽ വന്നതാ. അതുകൊണ്ട് ബാങ്കും സുന്നത്തിൽ അവൾക്കെന്ന ശറഇന്റെ നിയമം വ്യക്തമായതു തന്നെ. അതുമാത്രമല്ല, ബാങ്ക് ഒരാൾ വിളിക്കുന്ന ഹാലത്തിൽ അവനെ നോക്കലും ഖദ് സുന്ന. 219 ഇതെല്ലാം വ്യക്തമാ. ഇആനത്തെന്ന കിതാബിൽ 1-ാം ഭാഗമാ. സുഹൃത്തുക്കളെ, ബാങ്ക് എന്തിനാണെന്നോർക്കണേ, നിസ്കാരത്തിന് ക്ഷണിക്കലാണെന്നറിയണേ. ഇതുതന്നെ പെണ്ണിന് നിയമമില്ല എങ്കിൽ പിന്നെങ്ങനാണ് കഥാപ്രസംഗം ചെയ്യൽ? കഥ പറയലും അത് കേൾക്കലും മാറ്റേണ്ടതാ. അത് ഫാസിഖീങ്ങൾക്കുള്ള തൊഴിലിൽപ്പെട്ടതാ. അതിനായി പണം ചെലവാക്കലും അന്യായമാ, കാഠിന്യമാണ് ഹിസാബതിൽ അത് വ്യക്തമാ. ഇത് അസ്ലമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുർമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. പാമ്പിന് പാല് കൊടുത്ത് നീ വളർത്തല്ലേ, എരിയുന്ന തീയിൽ എണ്ണ നീ ഒഴിക്കല്ലേ. അത് കേട്ട് കൊണ്ടിരിക്കുന്നു എന്നാൽ ചെവിയിലും ഈയം ഉരുക്കി ഒഴിക്കുമെന്നാ രണ്ടിലും. ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. അനസ് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. പരിശുദ്ധ പള്ളികൾ പണിയുവാൻ ചില വ്യക്തികൾ നടത്തുന്നതായി കാണാം കഥാപരിപാടികൾ. അതിൽ പങ്കെടുക്കാൻ യുവതികൾ വരവുണ്ട്. സ്റ്റേജിന് മുകളിൽ മോടിയിൽ ഇരിപ്പുണ്ട്. കഥയും നബി യൂസുഫ് സുലൈഖ ബന്ധമാ. ഇവയൊക്കെയും ഒരു പുണ്യമായി കൊണ്ടാട്ടമാ. ഹാർമോണിയം, കുഴലും മൃദംഗം, വീണ ഇവയും കഥാപരിപാടിയിൽ ഒരു തൂണാ. ദീനിൻ്റെ പേരിൽ ഇത് ഹലാലെന്നാക്കി മായം ശരിക്ക് കലർത്തി വിൽപ്പനയാക്കി. ഇവകൾ നിഷിദ്ധം തന്നെയെന്നത് വ്യക്തമാ. അതിലേക്ക് ലക്ഷ്യം തന്നെയും തിരുവാക്യമാ. കൂടാതെ തന്നെ ഇത് മുഴുവനും മൻകുറ്റമായി എണ്ണുന്നതായി കാണാം സവാജിറിൽ വ്യക്തമായി. സുഹൃത്തുക്കളെ, ഇത് കാഴ്ചയിൽ ഒരു സദ്യയാ. വിഭവങ്ങളാണെങ്കിൽ അതും രസം തന്നെയാ. സുബ്ഹാന റബ്ബി മുഴുവനും വിഷലിപ്തമാ എന്നുള്ളതോർക്കുന്നില്ല, എന്തൊരു കഷ്ടമാ. ഖസ്വത്ത് കൽബിന് വന്നിടും ഇവ കൊണ്ട് എന്നുള്ളതിനും എത്രയോ തെളിവുണ്ട്. ഖസ്വത്ത് വന്നാൽ കൽബിനോ ഭയമില്ല, പിന്നെന്ത് ദോഷം ചെയ്യുവാൻ മടിയില്ല.